So hey guys, welcome back to
ഇത് പറയുന്നത്. ബ്രീസ് എൻ്റെ മോനെ ചാടിയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ബ്രീസിനെ എങ്ങനെയൊക്കെയും കൊല്ലാൻ വേണ്ടി നോക്കാറുണ്ട്. ഓ, ഇത്ര ഈസിയാണ് ബ്രീസിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. കൊള്ളാലോ. ബ്രീസ് റോഡ് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക ഇതുണ്ടാക്കാൻ പറ്റും. വിൻചാർജ്. ഓക്കെ, അലയപ്പം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ നമ്മൾ ഇൻചാർജ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇന്ന് ഇൻചാർജ് നേരെ പെട്ടിയിലുള്ളിലേക്ക് ഇട്ടിട്ട് അല രക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഈ അലയുന്ന കാര്യങ്ങൾ നമുക്ക് രക്ഷിച്ചിട്ടുണ്ട്. യെസ്, ഇനി അങ്ങോട്ട് പോകണ്ടേ? Come on, follow me. സോ ഗൈസ്, നമ്മളിപ്പോൾ അലേൻ്റെ പുറകെ നമുക്ക് പോകണം. ഓക്കെ, ഈ സോനെ കുറിച്ച് കഴിഞ്ഞാൽ വില്ലേജിലേക്ക് ഫുൾ ബ്ലാക്ക് ആണല്ലോ. അവിടെ എന്തോ കളർ മാറിയില്ല. എന്തോ ഒരു മിഷൻ, 3 മിഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം എന്തായാലും കളർ മാറിയുണ്ട്. കമോൺ ഫോളോ മീ. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമുക്ക് അലയുടെ പുറകെ വീണ്ടും ഓടിക്കൊണ്ടു. അപ്പോൾ വില്ലേജർ തന്നെയില്ലേ വെറുതെ ഉണ്ട്. ഗൈസ്, അപ്പോൾ അല എങ്ങോട്ടോ നമ്മളെ കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. ഓക്കെ, സോ അല നമ്മളെ എങ്ങോട്ടോ കൂട്ടിക്കൊണ്ട് പോവാണ്. ഇവിടെ നിന്നും വീണ്ടും ഒരു വിഷയമാണ് പറയുന്നത്. വെൽക്കം ടു ബ്രീസി പീക്സ്. ഈ ഒരു വില്ലേജിൻ്റെ പേര് ബ്രീസി പീക്ക് എന്നാണ്. അതിൻ്റെ ഒരു വിഷ്വലൈസ് എന്തൊക്കെയാണ് പരിപാടികൾ എന്നൊക്കെ പറഞ്ഞൊരു വിഷ്വലൈസ് നമ്മൾ കാണിച്ചു തരുവാണ്. ഓക്കെ, ലോഡായി വരാൻ കുറച്ച് താമസമുണ്ട്. അതൊരു വിഷയം. എന്തൊക്കെയാണെന്ന് നറേറ്റ് ചെയ്ത് തന്നെ ഉണ്ട്. നമുക്ക് അടിയിൽ കാണാൻ വായിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ക്വസ്റ്റ് റൂം. സോ അപ്പോൾ ഈ ഒരു 5 ടാസ്ക് ആയിരിക്കും നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായി. യെസ്, ഇനി എന്നാ ചെയ്യേണ്ടത് പറ. ഓക്കെ, ലെറ്റ്സ് ഗോ ദ വില്ലേജ് ക്വസ്റ്റ് ബോർഡ്. ഓക്കെ, അപ്പോൾ വില്ലേജ് ക്വസ്റ്റ് ബോർഡിലേക്ക് പോകാനാണ് അലേ പറയുന്നത്. നമുക്ക് എന്തായാലും അലയുടെ പുറകെ തന്നെ പോക്കി. അത് നേരെ തന്നെ കാണുന്നതാണ്. നേരെ തന്നെ ഒരു പ്രതിമയും ഓക്കെ, ഇത് നേരെ തന്നെ കാണുന്നതാണ് നമ്മുടെ മറ്റേ ക്വസ്റ്റ് റൂം. എന്തായാലും അകത്തേക്ക് കയറാം. നല്ല സ്വർണ്ണ പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആരുടെയും അറിഞ്ഞുണ്ടാക്കി. യെസ്, അകത്തേക്ക് കയറി. എന്താ സോ ഗൈസ്, കയ്യിൽ എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയോ കയ്യിൽ ഇട്ടിട്ടുണ്ട്. മെയ്സ് ഉണ്ടാക്കാൻ പറ്റും. മെയ്സിന് മറ്റേ ഈ 2 സാധനങ്ങൾ വേണം. ഓക്കെ, നമുക്ക് ഇതെല്ലാം മേളിലേക്ക് എടുത്ത് വെച്ചിട്ട് 2 മാത്രം എടുത്തേക്ക്. ഇതെന്നാ? മനസ്സിലായി. നമ്മുടെ 1.21 എല്ലാ ഫീച്ചേഴ്സും എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് കേട്ടോ ഇത്. മനസ്സിലായി. 1.20 എന്തൊക്കെ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് എടുക്കേണ്ടത്, അങ്ങനെ എല്ലാ വിശകലനം കൊടുത്തിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ബുക്കാണിത്. ബ്രീഡ് ചെയ്യിപ്പിക്കേണ്ടത്, ടൈം ചെയ്യിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ഷെല്ലെടുക്കുന്നത്, അങ്ങനെയൊക്കെ എല്ലാം അതിനകത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് കുറേ വോൾഫും കാര്യം വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് ഉൾപ്പെടെ നമുക്ക് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് വോൾഫ് ആർമറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് അതിനകത്ത് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അടുത്തത് ട്രയൽ ചേമ്പറിൻ്റെ അകത്തുള്ള ഐറ്റംസ് ആണ്. 2 ബോംബ് വന്നിട്ടുണ്ട്. പിന്നെ കുറേ ഇങ്ങനെ അടുത്ത സീനറിയാണ്. ഓക്കെ, പിന്നെയുള്ളത് ഈ താക്കോൽ വെച്ച് ഈ സംഭവം തുറന്നു കഴിഞ്ഞാൽ ഇമാതിരി ഐറ്റംസൊക്കെ നമുക്ക് കിട്ടും എന്നാണ് ഇവിടെയും പറയുന്നത്. സോ ബ്രീസിൻ്റെ കുറേ ഐറ്റംസ്, ബ്രീസിൻ്റെ റോഡ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വിൻഡ് ചാർജർ ഉണ്ടാക്കാം. അത് വെച്ചിട്ട് നമുക്ക് മോബിനൊക്കെ അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ താഴത്തേക്ക് എറിഞ്ഞാൽ പറക്കാനൊക്കെ പറ്റും. സോ അങ്ങനെ കുറേ ഡീറ്റെയിൽസ് എഴുതിയിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ് എനിക്ക് കണ്ടത്, മനസ്സിലായി. സോ ഇത് വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം പോകും. എന്തായാലും വായിക്കാൻ നിൽക്കുന്നില്ല. ഓക്കെ, സോ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വില്ലേജിൻ്റെ
ഒരു മാപ്പാണ്. ഓക്കെ, വില്ലേജ് മാപ്പാണ്. നമ്മളിപ്പോൾ സെൻറ്ററിലത് നിങ്ങളുണ്ട് അലയുടെ മുഖം, അവിടെയാണ് നമ്മളിപ്പോൾ. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഇതിനകത്തേക്ക് തന്നെ പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ് അടുത്തുള്ള ഏതെങ്കിലും ക്വസ്റ്റിലേക്ക് അങ്ങനെ പോവാം. അടുത്തെന്ന് പറയുമ്പോൾ സൈഡ്, ഓക്കെ, സൈഡിലുള്ളത് അടുത്ത് സൈഡിൽ തന്നെയിട്ട് തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കാര്യം വരുന്നുണ്ട്. യെസ്, ഇവിടെ ആയിട്ട് ഒരു ക്വസ്റ്റ് വരുന്നുണ്ട്. എന്താ തലയുടെ മേളിൽ പണ്ടാരം പിടിച്ചേക്കി വില്ലേജിൽ രാത്രി ആയി കഴിഞ്ഞാൽ, അതായത് നൈറ്റ് ആയി കഴിഞ്ഞാൽ ഫുള്ളും ഇരുട്ടാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. അതിനിട്ട് വെട്ടം ഉണ്ടാക്കി തന്നെ എന്നാണ് പറയുന്നത്. സോ ഇതാണ് നമുക്ക് പരിചയപ്പെടുത്താനുള്ള കോപ്പർ ബൾബ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ലൈറ്റ് വരുത്താൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, സോ എവിടെയാണൊക്കെയാണ് ഓക്കെ ലാമ്പ് പോസ്റ്റ്. വില്ലേജിലൊക്കെ ഓരോ മൂലയ്ക്ക് 8 ലാമ്പ് പോസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ആ റെഡ് സ്റ്റോൺ ബ്ലോക്കൊക്കെ വെച്ചിട്ട് വലിയതാണ് ആ ഒരു സാധനമാണ്. അതിൻ്റെ അടിയിൽ ഇത് വെക്കാനാണ് തോന്നുന്നത്. അത് ഉണ്ടാക്കണ്ടേ, അതെങ്ങനെയാണ് ആ ലാമ്പ് ഉണ്ടാക്കുന്നത് എന്നുള്ള എൻ്റെ ഒരു ചെറിയ പരിപാടി കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് നടുക്ക് ഇത് 4 എണ്ണം കിട്ടുന്നുണ്ട്. ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ 4 എണ്ണം നമുക്ക് കിട്ടും കേട്ടോ. ഓ, ദാറ്റ്സ് നൈസ്. സോ അങ്ങനെ ഈ പെട്ടിക്കകത്തും അവർ വെച്ചിട്ടുണ്ട്, നമുക്ക് അതും കൂടെ ഉണ്ടാക്കാം. ഓക്കെ, അതുണ്ടാക്കാം. അതിന് ശേഷം നടുക്ക് വെക്കാം. വീണ്ടും ഈ ഹണി എന്തിനാ? ഓ, മറ്റേ വാക്സ് ചെയ്യാൻ. ഓക്കെ, മനസ്സിലായി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ തന്നെ വരാൻ വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത്. ഓക്കെ, പിന്നെയുണ്ടല്ലോ അതിനകത്ത്. ഓ, ഓക്കെ. സോ ഗൈസ്, അപ്പോൾ ഇത് നമുക്ക് വാക്സ് ഔട്ട് ചെയ്യാം. പിന്നെ ഇതും ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഉണ്ടാക്കി വെച്ചിരിക്കാം. ഇത് ഫുള്ള് നമുക്ക് കൊണ്ടിട്ട് ആക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊന്നും കണ്ടില്ല, അപ്പോൾ ഇത്രേ ഉള്ളൂ എന്ന് തോന്നുന്നു. യെസ്, ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അത് ഇവിടെ ആയിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ 4 എണ്ണം വെക്കണം. അതിൽ 4 എണ്ണം വെക്കണം. അപ്പോൾ അതിനകത്ത് 1 2 3 4. സോ ഗൈസ്, അപ്പോൾ നമ്മൾ എല്ലാ ബൾബും വച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് എന്താണെന്ന് നോക്കാം. ഓക്കെ, അയ്യോ. സോ ഗൈസ്, നമുക്ക് എന്തോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓ, മനസ്സിലായി. ഇത് നമ്മൾ ഓരോ ബൾബിലും ഇങ്ങനെ വെച്ച് കൊടുക്കാനാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് പഴയ ബൾബിനൊക്കെ വെച്ച് കൊടുക്കാനാണ് പറയുന്നത്. സോ 6 എണ്ണം ഉണ്ട്. അപ്പോൾ 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, 5 കഴിഞ്ഞു, 6 കഴിഞ്ഞു. സോ ഗൈസ്, അപ്പോൾ നമ്മൾ എല്ലാത്തിലും വെച്ചുന്നുണ്ട്. സോ നമ്മുടെ കയ്യിൽ എന്തോ സംഭവം വന്നിട്ടുണ്ട് കേട്ടോ. യെസ്, നമുക്ക് കാണാൻ പറ്റുന്നതിന് എന്തോ സാധനം വന്നിട്ടുണ്ട്. എന്താ എനിക്ക് നെക്കിയിട്ടൊന്നും കാണുന്നില്ല. ഓക്കെ, ഇതിനകത്ത് കുറേ എന്തുണ്ടാക്കി എഴുതി. എന്തായാലും നമുക്ക് ഇത് കുറേ നെക്കി വന്നിട്ടൊന്നും പറ്റില്ല. എന്തായാലും മാറ്റി വെച്ചേക്കാം, പിന്നെ അങ്ങനെ ആവശ്യം വന്നാലോ എന്ന് ചെയ്തിട്ട്. സോ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് അത് എന്തായാലും ടിക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. മാപ്പ് എന്തായാലും ടിക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും മേലേക്ക് ഉണ്ടോ താഴത്തേക്ക്. സോ അതിന് മുമ്പ് ഇവിടെ എന്താ ഇങ്ങനെ സാധനം വന്നത്? നെക്കി കുറേ നെക്കുണ്ട്, പക്ഷെ ഒന്നും ആവുന്നില്ല. ഓക്കെ, കുറേ ഞാൻ നെക്കി. ഓക്കെ, ഒന്നും ആവുന്നില്ല. സോ ഗൈസ്, അപ്പോൾ അകത്ത് വേറൊരു കാര്യമൊന്നുമില്ല. ഇതിനകത്ത് കുറേ ഞാൻ നെക്കി, പക്ഷെ ഒന്നും പറ്റുന്നില്ല. പൂവൊക്കെ പൊട്ടിക്കാൻ നോക്കി, മറ്റൊന്നും പറ്റുന്നില്ല. ഓക്കെ, എന്തായാലും
ഈ സാധനം ഇവിടെ തന്നെ ഇരിക്കട്ടെ, വേറെ എല്ലാം നമുക്ക് നോക്കിയിട്ട് എന്താന്ന് കണ്ടുപിടിക്കാം. സോ ഇനി എന്തായാലും നമുക്ക് അടുത്തുള്ള മറ്റേ ആ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാം. അവിടെ എന്തോ ഒരു ജോബ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ഒരു ആൾ നിൽക്കുന്നുണ്ട്. സോ നോക്കാം. ഓക്കെ, അർമാഡിലോ എന്ന് പറയുന്ന ഒരു ജന്തു ആണ് ഈ പുള്ളിക്കാരി, അതായത് ഈ ഒരു വില്ലേജർ ഫാം ചെയ്യുന്നത്. സോ അത് ഈ മോൺസ്റ്ററൊക്കെ അതിനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അത് ഒരു സ്ഥലത്ത് കുടുങ്ങി കിടക്കുകയാണ്. സോ അതിൻ്റെ ചുറ്റിനും മോൺസ്റ്റേഴ്സൊക്കെ, അതായത് സോംബീസിനെയാണ് മോൺസ്റ്റേഴ്സ് എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, സോംബീസൊക്കെ വന്നിട്ട് പേടിപ്പിക്കുകയാണ്. ഓക്കെ, സോംബീസിനൊക്കെ തല്ലി കൊന്നിട്ട് അതിനെ രക്ഷിക്കണമെന്നാണ് പറയുന്നത്. സോ എന്തേ അടുത്ത് വെക്കുന്നു, സോംബീസൊക്കെ അതിൻ്റെ തൊട്ടടുത്തേക്കൂടെ വന്നിട്ട് അതിനെ പേടിപ്പിക്കുകയാണ്, അതായത് സ്കേഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സഹായം വേണമെന്നാണ് പറയുന്നത്. സോ നമുക്ക് എന്തായാലും വാളും ഇതൊക്കെ എടുത്തിട്ട് ഇറങ്ങി തരാം. ഓക്കെ, സോ ഒരു സെറ്റപ്പ് ഫൈറ്റൊക്കെ നടക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ ഗൈസ്, നമ്മുടെ സോംബീസും കാര്യം എന്ത് അവിടെ നിൽക്കുന്നുണ്ട്. സോംബീസിന് പയ്യെ തല്ലിക്കൊല്ലോ. ഓക്കെ, സോ വേറെ കാര്യം പറയാം, ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യണം. ഓക്കെ, എന്ന് വെച്ചാൽ ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ സിസ്റ്റം ഓഡിയോയും പിന്നെ മൈക്കും ഓണാക്കാൻ ഞാൻ വിട്ടുപോയി. റെക്കോർഡ് മാത്രമേ ഉള്ളൂ, സിസ്റ്റം ഓഡിയോയും ഇതൊന്നും ഓണാക്കാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് മാത്രമേ ഞാൻ സഹിക്കൂ. ഓക്കെ, സോ ഞാൻ അവിടെ ചെന്നപ്പോൾ ആ സാധനം ഉണ്ടായിരുന്നില്ല. എന്തായാലും എവിടെ പറ്റി എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞോളൂ. എന്തായാലും ഇവിടെ ടിക്ക് വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും അവിടെ ആ ഒരു മിഷൻ എന്തായാലും കഴിഞ്ഞിട്ടില്ല. ഹെഡ് ഇൻ ഫോർ ദ ബാറൻ എന്നെനിക്ക് മനസ്സിലായില്ല. സോ എന്തായാലും ഒരു സോംബി കൊണ്ട് ഉണ്ടാകുന്ന ആ സോംബി കൊണ്ട് തല്ലി കൊന്നിട്ടുണ്ട്. ഈ സീനി നമുക്ക് മറ്റേ ആ ഒരു ഹൗസിലേക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഓക്കെ, സോ കുറേ വോൾസോടെ നിരന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. സോ പുള്ളിക്കാരൻ ചോദിച്ചു, താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മീ ഫൈൻഡ് മൈ ആഡിയോ. സോ ഗൈസ്, അപ്പോൾ താങ്ക്സ് ഒക്കെ പറഞ്ഞു, എൻ്റെ മറ്റേ ആ സംഭവത്തിനൊക്കെ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് ഒക്കെ പറഞ്ഞു. സോ ഒരു ബോണൊക്കെ നമ്മുടെ കൈ തന്നിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, പെട്ടിയില്ല. സോ മനസ്സിലായി. നമുക്ക് ഇതിനകത്ത് ഏതിനെ വേണമെങ്കിൽ ടൈം ചെയ്തെടുക്കാം. ഓക്കെ, സോ ഏതിനെ വേണം, നല്ല കൺഫ്യൂഷനായില്ല. സ്നോ വേണ്ട. ഓ, ആശൻ, ഇത് കൊള്ളാല്ലേ, അത് കുഴപ്പമില്ലല്ലോ, അത് തന്നെ. സോ ഗൈസ്, അപ്പം നമ്മൾ ആശൻ ബയോമിൽ ഉള്ള ഒരു ആഷൻ വോൾഫ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, അതിനങ്ങ് നമ്മൾ അതിനൊന്ന് നമ്മൾ ടൈമും കാര്യം ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഒരു സാധനം കിട്ടണം, അതിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർമറും കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. സോ ഇനി സോംബീസിനെ അടിക്കാമെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. നമുക്ക് എന്തായാലും അടുത്തേക്ക് പോവാം. ഓക്കെ, ഇനി നമുക്ക് എന്നാ ചെയ്യണ്ടേ, പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴാണ് ആ കാഴ്ച ഞാൻ കാണുന്നത്. ഓക്കെ, സോ നമ്മുടെ കയ്യിലേക്ക് ഒരു സാധനം തന്നിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ജാഥ ഒരു സോംബീസും കാര്യം വന്നു. അപ്പോൾ അതിൻ്റെ ഫൈറ്റിങ് നിങ്ങൾ പോയി കണ്ടിട്ടുക. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫൈറ്റും കാര്യം കഴിഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ ഇനി നമുക്ക് മറ്റേ ആ ഒരു അർമാഡിലോനെ നമുക്ക് എങ്ങനെയെങ്കിലും ആ ഒരു കേജ് കൊണ്ടാകണം. ഓക്കെ,
അപ്പോൾ ഈ ഒരു ഐ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പുറകെ തന്നെ പോയിക്കോളും. സ്പൈഡർ ഐ കണ്ടു കഴിഞ്ഞാൽ പുറകെ തന്നെ ആ ഒരു മോബ് വന്നോളൂ. ഓക്കെ. സോ ഈ ഒരു കൊണ്ടല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യ ടാസ്ക്കാണ്. ഓക്കെ. ഇത് പയ്യെ ആമേടണം അതിൽ വരും. സോ അത് കാരണം അത് കുറച്ച് സമയം പിടിക്കണ ഏർപ്പാടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഇങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓരടിക്കും. അതുകൊണ്ട് ചെറുതായിട്ട് സ്പീഡ് കൂട്ടി ഒന്ന് കണ്ടിട്ടോ. സോ കേസ് അപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള നമ്മൾ കൊണ്ടുവരാൻ വന്നിട്ടുള്ള എല്ലാ മോബുകളെയും നമ്മൾ അർമാഡിയിലെ മോബുകളെ കൊണ്ടുവന്ന് ആ ഒരു കേജിനകത്ത് ഇട്ടിട്ടുണ്ട്. സോ ഇന്ന് നമുക്ക് നമ്മുടെ മേളിലായിട്ട് കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക്. അതിനകത്ത് ഒരേ ഒരു സോംബി റിമൈനിങ് ആണ്. അത് ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാമോ എന്ന് മേളിലൊന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു സോംബിനെ അന്വേഷിച്ച് ഈ ഒരു ലാൻഡ് ഈ ഒരു സ്ഥലത്ത് അന്വേഷിക്കാൻ വേറെ സ്ഥലമില്ല. മൂല ഞാൻ ഇടുന്ന അരിച്ച് പറക്കി. ഓക്കെ. അതുകൊണ്ട് പറയാം. സോ മാക്സിമം ഞാൻ നോക്കാമെന്ന് അത്രയും കിടന്ന് നോക്കി. നിങ്ങൾ വേണമെങ്കിൽ ഞാൻ നോക്കണേൻ്റെ പയ്യൊരു സ്പീഡിലാക്ക് കണ്ടിട്ട് കേസ്. അപ്പോൾ ഞാൻ നിങ്ങൾ നേരത്തെ ആ ഒരു സ്പീഡ് ട്രാക്കിൽ കണ്ടതുപോലെ തന്നെ ഞാൻ നല്ലോണം, അതായത് കുറച്ച് സമയം എടുത്തിട്ട് ഞാൻ അത് അവിടെയുള്ള ഫുള്ള് ഞാൻ പരിശോധിച്ച് നോക്കി. ഒരു സോമ്പിനുള്ളിൽ ഞാൻ കണ്ടില്ല. ഓക്കെ. അപ്പോൾ രാത്രിയായിട്ടായിരിക്കും സോമ്പി വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും രാത്രി അവൻ നോക്കിയിരിക്കുന്നില്ല. രാത്രി കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ എടുക്കും. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം. സോ വീഡിയോ വൈൻഡപ്പ് ചെയ്യണ സമയത്ത് തന്നെ നമ്മുടെ ഈ സാധനം അവിടെ വെക്കേണ്ടതെന്നുള്ള വീഡിയോ ഈ ഒരു പ്രതിമയുടെ അടുത്താണ് എനിക്ക് വെക്കേണ്ടതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഓക്കെ. അപ്പോൾ ആ ബോണാണ് കാരണം ബോൺ എവിടെയാണ് അവിടെ തന്നെയാണ് വെക്കേണ്ടതെന്ന്. സോ അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഇതും ചെറിയ സംശയം തോന്നിയിട്ടാണ് ഞാൻ അവിടെ തന്നെ വെച്ചത്. സോ അപ്പോൾ ഫിക്സ് ആയി. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഒരേ ഒരു ക്വസ്റ്റ് മാത്രമേ നമ്മൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2 ക്വസ്റ്റാണ് ഞാൻ കംപ്ലീറ്റ് ആക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമുക്ക് പറ്റിയില്ല. അത് ലാസ്റ്റത്തെ വീഡിയോയ്ക്ക് വേണ്ടി മാറ്റി വെച്ചേക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു സീരീസ് തീരണത് വരെ എന്തായാലും വീഡിയോസ് വരുന്നതായിരിക്കും. എല്ലാ മാക്സിമം ഞാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ വീഡിയോ ഇതുവരെ കണ്ടു തീർത്ത എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട വിലപ്പെട്ട ഒരു നിർദ്ദേശങ്ങൾ കേൾക്കാൻ വേണ്ടി താഴത്ത് കമൻറ്റ് ബോക്സ് ഓപ്പൺ ആയിരിക്കും. അതിനകത്ത് കമൻറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ കേസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ജോയിൻ ചെയ്യാണ്. സോ ഈ ഓക്കെ ഒരു മിനിറ്റ്. ഓക്കെ.
നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു വേൾഡ് കളിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ബെഡ്റോക്കോ അല്ലെങ്കിൽ ഈ വേൾഡ് ജാവയ്ക്ക് കളിക്കാൻ പറ്റില്ല, ബെഡ്റോക്കോ അല്ലെങ്കിൽ പോക്കറ്റ് എഡിഷൻകാർക്ക് മാത്രമേ കളിക്കാൻ പറ്റത്തുള്ളൂ. ഇത് മാർക്കറ്റിൽ, അതായത് നിങ്ങൾ ഗെയിം ഓപ്പൺ ആക്കി മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവില്ല, അതിനകത്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിൽ ചേംബർ എന്ന് പറഞ്ഞൊരു ട്രെയിൽ ചേംബർ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. സോ ആ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഫ്രീ ഫസ്റ്റ് തന്നെ കിടക്കുന്നുണ്ടാവും, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ട്രെയിൽ ചേംബർ ലെജൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലൈം ചെയ്തിട്ട് അതിൻ്റെ റിസോഴ്സ് പാക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുവരെ കണ്ടെടുത്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഇട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.